സംസ്ഥാന മുന്നണിയായ LDF-ൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ച PM ശ്രീ പദ്ധതി സംബന്ധിച്ച തർക്കം അത്യന്തം രൂക്ഷമായിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന്റെ തീരുമാനങ്ങളോടുള്ള കടുത്ത വിയോജിപ്പ് നിലനിൽക്കുന്നതിനാൽ CPI-യുടെ മന്ത്രിമാർ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ഉറപ്പായതായി സൂചനയുണ്ട്. മുന്നണി ബന്ധത്തിൽ നിർണായകമായ ഈ ഭിന്നത പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആലപ്പുഴയിൽ നടത്തിയ മാരത്തൺ ചർച്ച ഫലപ്രദമാകാതെ പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് CPI-യുടെ ഈ നിർണായകമായ നീക്കം. ഇന്നലെ വൈകുന്നേരം ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. വൈകിട്ട് തുടങ്ങിയ ചർച്ച ഏകദേശം 3.25 മണിക്കൂറിലധികം നീണ്ടുനിന്നെങ്കിലും ഇരു പാർട്ടികളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നതോടെ അനുരഞ്ജനത്തിലെത്താൻ സാധിക്കാത്ത ചർച്ച അലസിപ്പോവുകയായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പിന്മാറണമെന്ന ആവശ്യത്തിൽ CPI വിട്ടുവീഴ്ചയില്ലാതെ തുടർന്നതാണ് ചർച്ച പരാജയപ്പെടാൻ കാരണം. കേന്ദ്ര സർക്കാരിന്റെ വിവാദപരമായ ദേശീയ വിദ്യാഭ്യാസ നയങ്ങളുമായി ബന്ധിപ്പിച്ചുള്ള പദ്ധതിയാണ് PM ശ്രീ. കേന്ദ്രം 60% സംസ്ഥാനം 40% വിഹിതം നൽകുന്ന ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള നിയന്ത്രണം കേന്ദ്ര സർക്കാരിലേക്ക് കൈമാറാൻ സാധ്യതയുണ്ടെന്ന് CPI-യുടെ പ്രധാന ആശങ്ക. ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായാണ് ഈ പദ്ധതിയെന്നും CPI ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പദ്ധതി ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ പിന്മാറേണ്ട ആവശ്യമില്ലെന്നും കേന്ദ്ര നയം നടപ്പാക്കാതെ പദ്ധതിയുടെ സാമ്പത്തിക സഹായം മാത്രം പ്രയോജനപ്പെടുത്താമെന്നും വാദിക്കുന്നു. മുന്നണിയിൽ യാതൊരു കൂടിയാലോചനകളും നടക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് ഏകപക്ഷീയമായി PM ശ്രീ പദ്ധതിയിൽ ചേരാൻ തീരുമാനമെടുത്തതിലുള്ള കടുത്ത അതൃപ്തി CPI സംസ്ഥാന സെക്രട്ടറി ചർച്ചയിൽ മുഖ്യമന്ത്രിയെ അറിയിച്ചു. മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെട്ടുവെന്ന വികാരം CPI കേന്ദ്രങ്ങളിൽ ശക്തമാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള CPI-യുടെ തീരുമാനം ഒരു രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും പാർട്ടി നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങൾക്ക് മറുപടി നൽകേണ്ട ബാധ്യത CPI നേതൃത്വത്തിനുണ്ട്. രാവിലെ ഒന്നും രാത്രി മറ്റൊന്നും പറയുന്ന സെക്രട്ടറി എന്നത് ഉൾപ്പെടെയുള്ള കടുത്ത വിമർശനങ്ങൾ നേരിട്ട ബിനോയ് വിശ്വത്തിന് PM ശ്രീ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്നതിലൂടെ അണികളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുന്നതിന് പാർട്ടി അണികൾക്കിടയിൽ ശക്തമായ മതിപ്പ് ഉളവാക്കുമെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഇത് CPI-ക്ക് വ്യക്തിപരമായ നേട്ടം ഉണ്ടാക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. മന്ത്രിസഭാ യോഗത്തിൽ രണ്ടാമത്തെ വലിയ കക്ഷി പങ്കെടുക്കാതിരിക്കുന്നത് CPM-നും മുഖ്യമന്ത്രിക്കും വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ആയുധം നൽകുന്നതിന് തുല്യമാണ്. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ CPI അതിര് കടന്നുവെന്ന് CPM നേതാക്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ അനുനയ നീക്കം പരാജയപ്പെട്ട സാഹചര്യത്തിൽ CPM-നും കടുത്ത പ്രതിരോധം തീർക്കേണ്ടി വരും. CPM നിലവിൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്ന ഉറച്ച നിലപാടിലാണ്. കേന്ദ്ര സർക്കാർ പദ്ധതി ആയതുകൊണ്ട് മാത്രം എതിർക്കുന്നത് ശരിയല്ലെന്നും കോൺഗ്രസ് ഭരണമുള്ള രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ടെന്നും CPM വാദിക്കുന്നു. എങ്കിലും CPI-യുടെ ബഹിഷ്കരണം മുന്നണിയിലെ ഐക്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ പൊതുസമൂഹത്തിൽ ശക്തമാക്കും. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം കൊണ്ട് ഫലമുണ്ടാകുന്നില്ലെങ്കിൽ CPI-യുടെ 4 മന്ത്രിമാർ രാജിവെക്കാൻ പോലും സാധ്യതയുണ്ടെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിന് തൊട്ടു മുമ്പ് CPI ഉന്നതതല യോഗം ചേർന്ന് കൂടുതൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. അതേസമയം മുന്നണിക്ക് ക്ഷീണമുണ്ടാകാത്ത വിധം ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉടൻ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നു. PM ശ്രീ പദ്ധതിയുടെ വ്യവസ്ഥകൾ ഒരു മേൽനോട്ട സമിതിയെ നിയോഗിച്ച് ഉള്ളടക്കം പരിശോധിച്ച ശേഷം LDF-ൽ വീണ്ടും ചർച്ച ചെയ്യാമെന്ന ഒരു അഭിപ്രായം ഇരു പാർട്ടികളിലും ഉയർന്നു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും CPI-യുടെ മന്ത്രിമാർ നാളത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് മുന്നണി ബന്ധത്തിൽ ഉണ്ടാക്കുന്ന വിള്ളൽ ചെറുതാവില്ല. വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ പ്രതിസന്ധി സംസ്ഥാന ഭരണത്തിന് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതും ഉറപ്പാണ്.